മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫിഫോ മെത്തേഡ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഓഫ് ഇഷ്യൂയിങ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് വാല്യൂ ചെയ്യുന്നതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ മെത്തേഡിലെ ഒരു ടൈപ്പ് വാല്യുവേഷൻ മാത്രമാണ് നമ്മൾ ഏറ്റവും അവസാനം ചെയ്തത്. അതായത് ഫിഫോ മെത്തേഡിൽ എങ്ങനെ വാല്യൂ ചെയ്യും. ഫിഫോ മെത്തേഡിൽ വാല്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആകെ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ടെക്സ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. സാധാരണ ഈ ഏരിയയിൽ നിന്ന് ഫിഫോ മെത്തേഡിലൊന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ സാധാരണ ചോദിക്കാറില്ല. തീരെ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സമയമെടുത്ത് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഒരു ക്ലാസ്സിൽ ഫിഫോ മെത്തേഡും മറ്റൊരു ക്ലാസ്സിൽ വെയ്റ്റഡ് ആവറേജ് മെത്തേഡും നമ്മൾ ചെയ്തത്. അപ്പോൾ ഫിഫോ മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ആദ്യം വന്ന സ്റ്റോക്ക് ആദ്യം ഇഷ്യൂ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷേ ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലെ ഓരോ എൻട്രി കഴിയുമ്പോഴും അതിൻ്റെ ടോട്ടൽ എമൗണ്ടിനെ ടോട്ടൽ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. ഓരോ എൻട്രി കഴിയുമ്പോഴും അതിൻ്റെ ടോട്ടൽ എമൗണ്ടിനെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇഷ്യൂ പ്രൈസ് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ ടോപ്പിക് എടുത്തു കഴിഞ്ഞു. ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ 1-2 പോയിൻ്റ് കൂടിയുണ്ട്. അതായത് ഈ ചാപ്റ്ററിൽ IFRS കൺവേർജ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ കഴിഞ്ഞു. ഇനി അതിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആയിട്ടുണ്ട്. അതിൽ ചിലത് കുറച്ച് ടഫാണ്, ചിലത് വളരെ ഈസിയാണ്. എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം, അത് ശ്രദ്ധിക്കാം, അത് ചെയ്യാം. അങ്ങനെ അതിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള അല്ലെങ്കിൽ ബിസിനസ്സിൽ ബാക്കിയുള്ള സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി അതല്ല, നമ്മളൊരു ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിൽ വിൽക്കാതെ വിൽക്കാതെ ബാക്കിയുള്ള സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണോ, ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യാം? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ്. മനസ്സിലായല്ലോ. നേരത്തെ നമ്മൾ കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് ആണ് പഠിച്ചിരുന്നത്. IFRSൽ വന്നപ്പോൾ അതിന് ചേഞ്ച് വന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ് എന്നാണ് പറഞ്ഞത്. നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണോ, കോസ്റ്റ് ആണോ, ഏതാണോ കുറവ് അതിൽ വാല്യൂ ചെയ്യാം. അതിലും 1-2 സ്പെഷ്യാലിറ്റീസ് നമ്മൾ പഠിച്ചു. റോ മെറ്റീരിയൽസ് ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, റീചേഞ്ചബിൾ അല്ലെങ്കിൽ റീപ്ലേസബിൾ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, അതിൽ വാല്യൂ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് 2-3 വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ടോപ്പിക് അതിൽ നിന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ കിട്ടുന്നതിന് വേണ്ടി പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഇതിൽ ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിന് വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആകെ വേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കാണുക മാത്രമേ വേണ്ടൂ. ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കാണുന്നതിന് നമുക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം. NRV ആണോ, കോസ്റ്റ് ആണോ, ഏതാണോ കുറവ്, അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വാല്യൂ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന മേഖല ആയതുകൊണ്ട് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് കോസ്റ്റ്, പർച്ചേസ് പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ വരുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ചില ടേംസൊക്കെ അറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ എളുപ്പമാണ്, നമുക്കത് നോക്കി പഠിക്കാം. നമുക്ക് ആദ്യം ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പേജ് നമ്പർ 39 ഇല്ലസ്ട്രേഷൻ 13 ആണ്. പേജ് നമ്പർ 39 ഇല്ലസ്ട്രേഷൻ 13 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. Q and company purchased 1 lakh kilograms, 1,00,000 kilograms ആണ്. 1 lakh kilograms at rupees 100 each of raw material
and introduced it in the production process and gets 85,000 kilograms as output. അതായത് 1,00,000 kilograms 100 രൂപയിൽ ഓഫ് റോ മെറ്റീരിയൽസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1,00,000 kilograms ആണ് നമ്പർ ഓഫ് കിലോസ് എന്ന് പറയുന്നത് 1,00,000 kilograms ആണ്. ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസ് ഇറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ഗെറ്റ്സ്, അതിൽ നിന്ന് കിട്ടിയത് 85,000 kilograms ഓഫ് ഔട്ട്പുട്ടാണ്. ആസ് ഔട്ട്പുട്ട് 85,000 kilogram, 1,00,000 യൂണിറ്റ് ഇട്ടിട്ട് നമുക്ക് കിട്ടിയത് 85,000 kilograms ആണ്. നോർമൽ വേസ്റ്റേജ് ഈസ് 10%. നോർമൽ വേസ്റ്റേജ് എന്ന് പറയുന്നത് 10%. അപ്പോൾ ഇവിടെ 1,00,000-ൻ്റെ 10% നോർമൽ വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് ഈ ടേംസ് ആയിട്ട് പരിചയമില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ 1,00,000 യൂണിറ്റ് ഒരു മെഷീനറിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ശരിക്കും എന്ത് വരണം? 1,00,000 യൂണിറ്റ് തന്നെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരണം. പക്ഷേ ആ മെഷീനറിയുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നോർമലി 10% ലോസ് സംഭവിക്കാറുണ്ട്. അപ്പോൾ 10% ലോസ് സംഭവിക്കാറുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണക്കാക്കും? അതിൽ നിന്ന് 10%, 1,00,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10,000 ലോസ് സംഭവിക്കാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടണം? 90,000 കിട്ടണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് കുട്ടികൾക്ക് അറിയുണ്ടാവില്ല, കോസ്റ്റിങ്ങിലൊക്കെയാണ് ഇത് പഠിക്കുക കേട്ടോ, അടുത്ത സെമ്മിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1,00,000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% ലോസ് കഴിച്ചാൽ ബാക്കി 90,000 ആണ് കിട്ടേണ്ടത്. 10% എന്ന് പറയുന്നത് നോർമൽ ലോസാണ്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന നഷ്ടമാണ്, അല്ലേ? ഇവിടെ എത്രയാണ് കിട്ടിയത്? 90,000 കിട്ടേണ്ടടുത്ത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 85,000 ആണ്. അപ്പോൾ നോർമൽ ലോസ് കൂടാതെയുള്ള ലോസിന് നമുക്ക് എന്തായിട്ട് പറയാം? അബ്നോർമൽ ലോസ് എന്ന് പറയാം, അല്ലേ? 90,000 കിട്ടേണ്ടടുത്ത് നമുക്ക് കിട്ടിയത് 85,000 ആണ്. അപ്പോൾ അവിടെ എന്തുണ്ടെന്ന് മനസ്സിലാക്കുക, 5,000 യൂണിറ്റ് അബ്നോർമൽ ലോസ് ഉണ്ട് എന്ന് കുട്ടികൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. കമ്പനിയുടെ എക്സ്പെൻസുകളൊക്കെയാണ് പറയുന്നത്. ഡയറക്റ്റ് ലേബർ ₹5 lakh, ഡയറക്റ്റ് വേരിയബിൾ ഓവർ ഹെഡ്സ് ₹1 lakh. അപ്പോൾ ഡയറക്റ്റ് ലേബർ വരുന്നത് 5,00,000, ഡയറക്റ്റ് വേരിയബിൾ ഓവർ ഹെഡ്സ് വരുന്നത് 1,00,000, ഡയറക്റ്റ് ഫിക്സഡ് ഓവർ ഹെഡ്സ് വരുന്നത് 1,00,000. ആ ഡയറക്റ്റ് ഫിക്സഡ് ഓവർ ഹെഡ്സിൽ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഫിനാൻസ് ചാർജ് വന്നിട്ടുണ്ട് എത്രയാണ്? 35,850. അപ്പോൾ ഡയറക്റ്റ് ഫിക്സഡ് ഓവർ ഹെഡ് 1,00,000-ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഫിനാൻസ് ചാർജ് 35,850 ഫിനാൻസ് ചാർജ് കുറയ്ക്കണം. എന്നിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് 75,000 kilograms ഓഫ് പ്രൊഡക്ഷൻ വാസ് സോൾഡ്. 75,000 kilogram വിറ്റു നമ്മൾ. ആൻഡ് ദ ബാലൻസ് റിമൈൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലോസിംഗ് പീരീഡ്. അപ്പോൾ അവിടെ നോക്കുക, 75,000 ആണ് സെയിൽ നടത്തിയത്, അല്ലേ? എത്ര കിലോഗ്രാമ പ്രൊഡക്ഷൻ കഴിഞ്ഞത്? 85,000 പ്രൊഡക്ഷൻ കഴിഞ്ഞത്. അതിൽ 75,000 വിറ്റു, ബാക്കിയുള്ള ക്ലോസിംഗ് സ്റ്റോക്കാണ്. അതിവിടെ പറഞ്ഞിട്ടില്ല, മനസ്സിലായി? അതായത് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 75,000 വിറ്റു, ബാക്കിയുള്ള എന്താണ്? റിമൈൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ക്ലോസിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ള എമൗണ്ട് റിമെയിൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്പർ പറഞ്ഞിട്ടില്ല. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക? കുട്ടികൾ മനസ്സിലാക്കുക, 85,000 പ്രൊഡ്യൂസ് ചെയ്തതിൽ 75,000 സെയിൽ നടത്തിയത്. ബാക്കിയുള്ള 10,000 എന്താണ്? ബാക്കിയുള്ള 10,000 എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ആ ക്ലോസിംഗ് സ്റ്റോക്ക് 10,000-ൻ്റെ വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്, അല്ലേ? അപ്പോൾ അതും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇനിയുള്ള നോക്കുക, ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഈസ് 115, അല്ലേ? സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്? ക്ലോസിംഗ് ഡേറ്റിൽ 115 എന്ന് പറഞ്ഞാൽ അതാണ് റിയലൈസബിൾ വാല്യൂ. 115 രൂപയെ കിട്ടുള്ളൂ നമുക്ക്. റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് 115 രൂപയാണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻറ്ററി. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ക്ലോസിംഗ് ഇൻവെൻറ്ററിയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലോസിംഗ് ഇൻവെൻറ്ററിയുടെ വാല്യൂ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ഇൻവെൻറ്ററി 10,000 യൂണിറ്റ് ആണ്. ഈ 10,000 യൂണിറ്റിനെ 115 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തിലാണ് വാല്യൂ ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ, നെറ്റ് റിയലൈസബിൾ വാല്യൂവിലാണ് വാല്യൂ ചെയ്യുന്നത് അറിഞ്ഞാൽ 10,000 × 115 ചെയ്താൽ മതി. പക്ഷേ പ്രശ്നം അവിടെയല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റിൽ വാല്യൂ ചെയ്യണോ അതോ NRVയിൽ വാല്യൂ ചെയ്യണോ? അതാണ് നമ്മുടെ മുമ്പുള്ള പ്രശ്നം. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്
കോസ്റ്റിൽ വാല്യൂ ചെയ്യുന്നോ അതോ NRVയിൽ വാല്യൂ ചെയ്യണോ? കോസ്റ്റിൽ വാല്യൂ ചെയ്യണോ NRVയിൽ വാല്യൂ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം കോസ്റ്റ് ഓർ NRV വിച്ച് ഓർ ഈസ് ലെസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ചെയ്യേണ്ടത്. കോസ്റ്റ് ആണോ NRV ആണോ ഏതാണോ കുറവ് അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോന്ന് എഴുതി കൂട്ടി വന്നിട്ട് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ടോട്ടൽ കോസ്റ്റ് അല്ലേ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 1,00,000 യൂണിറ്റ്സ് ആണ് അല്ലേ? 1,00,000 യൂണിറ്റ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എത്രയാണ്? 85,000 ആണ്. പക്ഷേ 85,000 നമുക്ക് കൂട്ടാൻ പറ്റില്ല. എന്താ കാരണം? 85,000 എന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് കഴിച്ചിട്ടാണ്. അപ്പോൾ അബ്നോർമൽ ലോസിനെ വേറെ തന്നെ വാല്യൂ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആയിട്ട് എടുക്കേണ്ടത് 90,000 യൂണിറ്റ് ആണ്. അതാണ് ആദ്യ പടിയായിട്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ 85,000 ആണ്. അതിൽ 5,000 എന്ന് പറയും. 85,000 കിട്ടിയത് എങ്ങനെയാണ്? 90,000 ആണ് വരേണ്ടത്, പക്ഷേ 85,000 കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം 5,000 യൂണിറ്റ് അബ്നോർമൽ ലോസാണ്. അബ്നോർമൽ ലോസ് ഒരു ഗുഡ് യൂണിറ്റ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ വാല്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആയിട്ട് കണക്കാക്കേണ്ടത് 90,000 യൂണിറ്റ്സിനെയാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് കോസ്റ്റ് കാണാൻ നോക്കാം. അപ്പോൾ പർച്ചേസ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 1,00,000 യൂണിറ്റിന് റോ മെറ്റീരിയൽസിന് 1 യൂണിറ്റിന് 100 രൂപയാണ്. അപ്പോൾ അത് എഴുതുക. പർച്ചേസ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് 1,00,000 × 100 അപ്പോൾ എത്ര വരും? 1 crore വരും. അതവിടെ എഴുതി വയ്ക്കുക. 1 കോടി രൂപയാണ് റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ ലേബർ, ഡയറക്റ്റ് ലേബർ 5,00,000 രൂപ. അത് അതിൻ്റെ തൊട്ട് താഴെ എഴുതുക. ഡയറക്റ്റ് ലേബർ 5 lakhs. തൊട്ട് താഴെ ഡയറക്റ്റ് വേരിയബിൾ ഓവർഹെഡ് അതിൻ്റെ താഴെ 1 lakh. ഇത്ര എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക, അത് ടോട്ടൽ ചെയ്യുക. അപ്പോൾ 1 കോടി രൂപയുണ്ട്, ഒരു 5,00,000 ഉണ്ട്, ഒരു 1,00,000 ഉണ്ട്. അത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 1,06,00,000 രൂപ കിട്ടും. ആ 1,06,00,000 രൂപയാണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. മനസ്സിലായല്ലോ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 1,06,00,000 രൂപയാണ്. അപ്പോൾ അവിടെ എഴുതി വയ്ക്കുക. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1,06,00,000 രൂപയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് എന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കാം. 1,06,00,000 രൂപയാണ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലേ? അതിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 യൂണിറ്റിൻ്റെ കോസ്റ്റ് കിട്ടും. അതിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 യൂണിറ്റിൻ്റെ കോസ്റ്റ് കിട്ടും. അപ്പോൾ കുട്ടികൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1,06,00,000 90,000 യൂണിറ്റ് കൊണ്ടല്ല, 85,000 യൂണിറ്റ് കൊണ്ടല്ല നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ തെറ്റി. കാരണം 85,000 എന്ന് പറയുന്നത് 5,000 യൂണിറ്റ് കുറച്ചിട്ടാണ്. 5,000 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ ലോസാണ്, അബ്നോർമൽ ലോസാണ്. അബ്നോർമൽ ലോസിൻ്റെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. അത് ഫുൾ വാല്യൂവിലാണ് നമുക്ക് നഷ്ടം കണക്കാക്കുന്നത്. അതുകൊണ്ട് അത് വിട്ടേക്കൂ. അപ്പോൾ നമ്മളെപ്പോഴും നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിട്ട് കണക്കാക്കേണ്ടത് എന്താണ്? ഇൻപുട്ടഡ് യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് ആണ്. ഇവിടെ ഇൻപുട്ടഡ് യൂണിറ്റ്സ് എത്രയാണ്? 1 lakh യൂണിറ്റ്സ് ആണ്. മൈനസ് നോർമൽ ലോസ് എത്രയാണ്? 1 lakhൻ്റെ 10% 10,000 ആണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നത് ഔട്ട്പുട്ട് കിട്ടുന്നത് എത്രയാണ്? 90,000 യൂണിറ്റാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്യുക? 90,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1,06,00,000 90,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 1,06,00,000 90,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 117.78 കിട്ടും. 117.78 117 രൂപ 78 പൈസയാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ടോട്ടൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നു അല്ലേ? ഇനി വേരിയബിൾ കോസ്റ്റ് മാത്രമല്ല, ഒരു യൂണിറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമല്ല വരിക, അതിലെന്തുകൂടി വരും? ഫിക്സഡ് കോസ്റ്റ് കൂടി വരും അല്ലേ? അപ്പോൾ താഴെ എഴുതുക ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലേ? ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയേ? 1,00,000 പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിലെന്തുകൂടി അടങ്ങിയിട്ടുണ്ട്? ഫിനാൻസ് കോസ്റ്റ് കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ 1,00,000 നിന്ന് ഫിനാൻസ് കോസ്റ്റ് ആയിട്ടുള്ള 35,880 കുറയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ 1,00,000 മൈനസ്
35,880 കുറച്ചതിന് ശേഷം ഡിവൈഡഡ് ബൈ 90,000. ഞാൻ ഒന്നുകൂടി പറയാം. 1,00,000 മൈനസ് 35,850 ഡിവൈഡഡ് ബൈ 90,000 ഈസിക്കൽ ടു 0.71 0.71 വരും. അത് ആഡ് ചെയ്യാം. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 117 രൂപ 78 പൈസയും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 0.71 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. അത് എത്രയാണ്? 118 രൂപ 49 പൈസ. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 118.49 118 രൂപ 49 പൈസയാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. ഇനി എന്ത് ചെയ്യുക? NRV നമുക്ക് തന്നിട്ടുണ്ട്, അതവിടെ എഴുതി വയ്ക്കുക. എന്താണ് NRV ഈസിക്കൽ ടു ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആണ് NRV എന്ന് പറയുന്നത്. NRV ഈസിക്കൽ ടു 115 അല്ലേ? ഇനി കമ്പയർ ചെയ്യാം. കോസ്റ്റ് പ്രൈസ് 118 രൂപ 49 പൈസയും NRV എന്ന് പറയുന്നത് 115 രൂപയും കൂടി കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതാണോ കുറവ്? 115 രൂപയാണ് കുറവ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടത്? നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് 115 രൂപയായിട്ടാണ് അല്ലേ? അപ്പോൾ താഴെ എഴുതുക therefore വാല്യൂ ഓഫ് ഇൻവെൻറ്ററി ഈസ് ഈക്വൽ ടു 10,000 യൂണിറ്റ്സ് ഇൻറ്റു 115 10,000 യൂണിറ്റ്സ് ഇൻറ്റു 115 ഈസ് ഈക്വൽ ടു 11,50,000 11,50,000 11,50,000 അല്ലേ? 11,50,000. ഇനി കുട്ടികൾക്കൊരു സംശയം ഉണ്ടാവും. അവിടെ താഴെ നോട്ട് എഴുതിയിട്ടുണ്ട്, അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്താ വരുന്നൊരു കാര്യമല്ല അത്. എങ്കിലും ഞാൻ പറയാം. എന്താണ് നമ്മുടെ അവിടെ ഒരു അബ്നോർമൽ ലോസ് ഉണ്ടായിരുന്നു 5,000 യൂണിറ്റ് അല്ലേ? അബ്നോർമൽ ലോസ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണോ ഒരു നല്ല യൂണിറ്റിൻ്റെ വില, ആ നല്ല യൂണിറ്റിൻ്റെ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ എന്തിനെ വാല്യൂ ചെയ്യുന്നത്? അബ്നോർമൽ ലോസിനെ വാല്യൂ ചെയ്യുന്നു അല്ലേ? അതായത് 118 രൂപ 49 പൈസ വെച്ചിട്ടാണ് ആ 5,000 യൂണിറ്റിനെ വാല്യൂ ചെയ്യുന്നത്. അത് ലോസായിട്ട് കണക്കാക്കും. അതെവിടേക്ക് എഴുതും? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ലോസായിട്ട് അത് ട്രീറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 2-3 പ്രത്യേകതകൾ ഈ ക്വസ്റ്റ്യനിലുണ്ട്. ഒന്ന്, നമ്മളോടൊരു ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണോ NRV ആണോ ഏതാണോ കുറവ്, ആ കുറവുള്ള വിലയ്ക്കാണ് നമ്മൾ എന്ത് വാല്യൂ ചെയ്യേണ്ടത്? ഫിനിഷ്ഡ് ഗുഡ്സിനെ വാല്യൂ ചെയ്യേണ്ടത്. ഞാൻ പ്രത്യേകം പറയുന്നത് ശ്രദ്ധിക്കുക. ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യാം. റോ മെറ്റീരിയൽസിന് വേറെ നിയമമാണ് കേട്ടോ. റോ മെറ്റീരിയൽസിന് വേറെ റൂളാണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ NRV ആണോ കോസ്റ്റ് ആണോ ഏതാണോ കുറവ് അതിലാണ് വാല്യൂ ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് മൈനസ് എന്താണ് നോർമൽ നോർമൽ ലോസ്. അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ മൈനസ് നോർമൽ ലോസ്. അതാണ് നമ്മുടെ എന്തായിട്ട് കണക്കാക്കേണ്ടത്? നമ്പർ ഓഫ് ഔട്ട്പുട്ട്, യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടായിട്ട് കണക്കാക്കേണ്ടത്. അതാണ് ഇവിടെ 90,000 എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കോസ്റ്റ് കാണുമ്പോൾ സാധാരണ പോലെ കാണുക, വേരിയബിൾ കോസ്റ്റ് വേറെ കാണുക, ഫിക്സഡ് കോസ്റ്റ് വേറെ കാണുക. എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ പറയുന്ന ആംഗിള് ചില കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ പഠിക്കാത്ത കാരണം കൊണ്ട് ചിലർക്ക് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. അപ്പോൾ ചില കോസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റികളൊക്കെ ചിലപ്പോൾ വേറെ അതർ സ്ട്രീമിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണം എന്നില്ല. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിക്കുക, ക്ലാസ് കേട്ടതിന് ശേഷം വിളിക്കുക, ഞാൻ വ്യക്തമാക്കി തരാം കേട്ടോ. പേഴ്സണലായിട്ട് തന്നെ വോയിസ് ക്ലിപ്പ് ഇട്ട് ക്ലിയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലസ്ട്രേഷൻ 14 ആണ്. പേജ് നമ്പർ 39 ഇല്ലസ്ട്രേഷൻ 14 ഞാൻ വായിക്കാം. XYZ ലിമിറ്റഡ് പ്രൊവൈഡ്സ് യു വിത്ത് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽസ് 1,100 കിലോഗ്രാമും ഫിനിഷ്ഡ് ഗുഡ്സ് 1000 കിലോഗ്രാമാണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് 1000 കിലോഗ്രാമും റോ മെറ്റീരിയൽസ് 1,100ഉം ഫിനിഷ്ഡ് ഗുഡ്സ് 1000 കിലോഗ്രാമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത്. ഇനി പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത് പെർ കിലോഗ്രാം എന്ന് പറയുന്നത് 10 രൂപയാണ്. ലേബർ ചാർജസ് 76,500 ആണ്. ഫിക്സഡ് ഓവർഹെഡ് 75,000 രൂപയാണ്. സെയിൽസ് ഡ്യൂറിങ് ദി ഇയർ 10,000 കിലോഗ്രാംസ് വാല്യൂഡ് അറ്റ് rupees 2,80,000. അപ്പോൾ സെയിൽസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10,000 യൂണിറ്റിന് 2,80,000 ആണ്. 2,80,000 രൂപയാണ് വന്നിട്ടുള്ളത്. നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15,000 കിലോഗ്രാമാണ്. മനസ്സിലായല്ലോ? ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് എന്താണ്? റോ മെറ്റീരിയൽസ് 900,
അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് എത്രയാണ് 1200 kilograms ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കുട്ടികൾ ഒന്നുകൂടി വായിക്കുക. ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇവിടെ രണ്ടായിട്ടും തന്നിട്ടുണ്ട്. ഒന്ന് റോ മെറ്റീരിയൽസും ഉണ്ട്, മറ്റൊന്ന് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട് അല്ലേ. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് വരെ ചെയ്തിട്ടുള്ളൂ, റോ മെറ്റീരിയൽസ് നമ്മൾ കണക്കാക്കിയിട്ടില്ല. നേരത്തെ റോ മെറ്റീരിയൽസിൻ്റെ റൂളൊക്കെ നമ്മൾ പറഞ്ഞതാണ്, പക്ഷേ അത് എവിടെയും നമ്മൾ ചെയ്ത് പരിചയിച്ചിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ റോ മെറ്റീരിയൽസ് 900 kilograms, ഫിനിഷ്ഡ് ഗുഡ്സ് 1200 kilograms. ഇനി താഴെ ഡ്യൂ ടു ഗവൺമെൻറ് കൺട്രോൾ ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ക്യാൻ ഓൺലി ബി സോൾഡ് അറ്റ് ₹20 per kilogram അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്. അപ്പോൾ ഗവൺമെൻറ് കൺട്രോളുള്ള കാരണം കൊണ്ട് 20 രൂപയ്ക്കാണ് നമുക്ക് വിൽക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലായല്ലോ, 20 രൂപയ്ക്കാണ് വിൽക്കാൻ സാധിക്കുള്ളൂ അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ റോ മെറ്റീരിയൽസ് ക്യാൻ ബി അക്വേർഡ് അറ്റ് ദ റേറ്റ് ഓഫ് ₹9.5 per kg അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത്. റോ മെറ്റീരിയലിന് കിട്ടുക 9.5 രൂപയാണ്. അത് മനസ്സിലാക്കുക കുട്ടികൾ. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇൻവെൻറ്ററി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി NRV എന്ന് പറയുന്നത് 20 രൂപയാണ് ഏതിൻ്റെ, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിൻ്റെ NRV എന്ന് പറയുന്നത് 9.5 രൂപയാണ്. കുട്ടികൾ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫീഡ് ചെയ്യുക. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ NRV എന്ന് പറയുന്നത് 20 രൂപയും റോ മെറ്റീരിയൽസിൻ്റെ NRV എന്ന് പറയുന്നത് 9.5 രൂപയാണ്. ഇനി നമുക്ക് എന്തറിയണം? ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ്. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലേ, ഇപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിലെ പഴംപൊരി ഉണ്ടാക്കി അല്ലേ, അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അതിന് വേണ്ടുന്ന എക്സ്പെൻസുകളൊക്കെ എഴുതി വയ്ക്കണം, എന്നിട്ട് ടോട്ടൽ ചെയ്യണം അല്ലേ. ആ ടോട്ടൽ എക്സ്പെൻസസിനെ എത്ര പഴംപൊരി ഉണ്ടാക്കി അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പഴംപൊരിയുടെ കോസ്റ്റ് കിട്ടും. ഇവിടെ നമ്മൾ പറയുന്നതിൻ്റെ പ്രത്യേകത, ഞാൻ അങ്ങനെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അറിയണം ആദ്യം. കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, പർച്ചേസ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ലേബർ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്കറിയാം. ഈ ടോട്ടൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് നമുക്കറിയണം. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ വെച്ച് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അവിടെ താഴെ എഴുതണം പ്രൊഡക്ഷൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സെയിൽസ് എത്രയാ? സെയിൽസ് 10,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? 1200 മൈനസ് 1000. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 1000 അല്ലേ. ഈസ് ഈക്വൽ ടു 10,200, 10,200. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും കൂടി കൂട്ടുക. എന്താ സെയിൽസ് ഈ വർഷം വിറ്റത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്താ ബാക്കിയുള്ളത്, അപ്പോൾ ടോട്ടലായി. അതിൽ നിന്ന് ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വർഷം ഉണ്ടാക്കിയ യൂണിറ്റ് എത്രയാണ്. അങ്ങനെ ഈ വർഷം ഉണ്ടാക്കിയ യൂണിറ്റാണ് 10,200 യൂണിറ്റ്. അതവിടെ ഡബിൾ ലൈൻ ചെയ്ത് വയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? ഇനി കോസ്റ്റ് കണ്ടുപിടിക്കുക. കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം എഴുതുക പർച്ചേസ് കോസ്റ്റ് അല്ലേ. പർച്ചേസ് കോസ്റ്റ് എത്ര യൂണിറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്? പർച്ചേസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് എത്രയാണെന്ന് നോക്കുക. കുട്ടികൾ പർച്ചേസ് നമുക്ക് തന്നിട്ടുണ്ട്. യൂണിറ്റ് എത്രയാണെന്ന് നോക്കുക. പർച്ചേസ് കോസ്റ്റിന് നമുക്ക് യൂണിറ്റ് ഇപ്പോൾ 10,200 ആണല്ലോ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എഴുതിയാൽ മതി. പർച്ചേസ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10,200 × ₹10. നമുക്ക് പർച്ചേസ് കോസ്റ്റ് പെർ കിലോഗ്രാം 10 തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമുക്ക് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള 10,200 × ₹10. 10,200 × ₹10 ഈസ് ഈക്വൽ ടു 1,02,000. ഇതാണ് പർച്ചേസ് കോസ്റ്റ്. മനസ്സിലായല്ലോ. വേറെ നമ്പർ ഓഫ് പർച്ചേസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി പർച്ചേസ് ദ സെയിം എമൗണ്ട് ഓഫ് യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ 10,200 × 10 1,02,000. ഇനി ലേബർ ചാർജസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 76,500. അപ്പോൾ എഴുതുക ആഡ് ലേബർ ചാർജസ് 76,500. തൊട്ട് താഴെ ഫിക്സഡ് ഓവർഹെഡ് തന്നിട്ടുള്ള 75,000 രൂപയാണ്. മനസ്സിലായാലോ. 75,000 രൂപയാണ്. നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15,000 കിലോഗ്രാമാണ്.
അപ്പോൾ ഫിക്സഡ് ഓവർഹെഡ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ഓവർഹെഡ് പെർ യൂണിറ്റ് കാണുമ്പോൾ നമ്മളെപ്പോഴും 75,000-നെ 15,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താ കാരണം? നോർമലി അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഫിക്സഡ് ഓവർഹെഡിനെ 75,000-ന് നമുക്ക് 10,200 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ 75,000 ഇൻറ്റു 15,000, അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ ഫിക്സഡ് കിട്ടും അല്ലേ, ഇൻറ്റു 10,200, അപ്പോൾ എത്രയാണ്? 51,000 അവിടെ എഴുതി വയ്ക്കുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 3 ആയിട്ടാണുള്ളത്. പർച്ചേസ് കോസ്റ്റ്, ലേബർ ഓവർഹെഡ്, എന്താണ് ലേബർ ചാർജസ്, എന്താണ് ഫിക്സഡ് ഓവർഹെഡ്. ഇത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,02,000, 76,500, 51,000 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 2,29,500 കിട്ടും. 2,29,500. ഇത് ഡബിൾ ലൈൻ ചെയ്യുക. ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2,29,500 ആണ്. തൊട്ട് താഴെ കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2,29,500 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാണ്? അല്ലെങ്കിൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസർ എത്രയാണ്? 10,200 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2,29,500-നെ 10,200 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2,29,500 ഡിവൈഡഡ് ബൈ 10,200 ഈസ് ഈക്വൽ ടു 22.50. 22.50 അതവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 22.5 രൂപയാണ്. NRV എന്ന് പറയുന്ന NRV പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്തിലാണ് വാല്യൂ ചെയ്യുന്നത്? കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ NRV ആണ് കുറവ്, അപ്പോൾ NRVയിൽ വേണം വാല്യൂ ചെയ്യാൻ അല്ലേ. NRVയിൽ വാല്യൂ ചെയ്യുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, കോസ്റ്റിനേക്കാൾ താഴെയാണ് NRV എന്നുണ്ടെങ്കിൽ NRVയിലാണ് വാല്യൂ ചെയ്യേണ്ടത്. അങ്ങനെ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും NRVയിൽ വാല്യൂ ചെയ്യണം. അതായത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ NRVയിലും റോ മെറ്റീരിയൽസിൻ്റെ NRVയിലാണ് വാല്യൂ ചെയ്യേണ്ടത്. അതേസമയം NRV എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ്റ്റാണ് കുറവെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിൻ്റെയും കോസ്റ്റിൽ വാല്യൂ ചെയ്യാമായിരുന്നു. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് കോസ്റ്റാണ് ഇവിടെ കുറവ് എന്നുണ്ടെങ്കിൽ, NRV കൂടുതലും കോസ്റ്റാണ് കുറവെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റോ മെറ്റീരിയൽസും കോസ്റ്റിൽ വാല്യൂ ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സും കോസ്റ്റിൽ വാല്യൂ ചെയ്യാം. ഇവിടെ ഇപ്പോൾ NRV ആണ് കുറവെന്നുണ്ടെങ്കിൽ NRVയിലാണ് രണ്ടും വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് 1,200 ഇൻറ്റു 1,200 ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് തന്നിട്ടുള്ളതാണ് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് 1,200 ഇൻറ്റു 20, അപ്പോൾ 24,000. അതവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് 24,000 എഴുതി വയ്ക്കുക. ഇനി റോ മെറ്റീരിയൽസ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് തന്നിട്ടുള്ളത് 900 കിലോഗ്രാംസ് ആണ്. 900 ഇൻറ്റു റോ മെറ്റീരിയൽസിൻ്റെ NRV എത്രയാണ് തന്നിട്ടുള്ളത്? 9 രൂപ 50 പൈസയാണ്. അപ്പോൾ 900 ഇൻറ്റു 9 രൂപ 50 പൈസ ഈസ് ഈക്വൽ ടു 8,550. അപ്പോൾ 24,000-ത്തിൻ്റെ കൂടെ 8,550 ആഡ് ചെയ്യുമ്പോൾ 32,550 ടോട്ടൽ വരുന്നത്. 32,550. അതിന് നമുക്ക് എന്തായിട്ട് പറയാം? ടോട്ടൽ വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻറ്ററി. അതാണ് ടോട്ടൽ വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻറ്ററി. ഡബിൾ ലൈൻ ചെയ്യാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് അത്ര വലിയ ടഫായിട്ടുള്ളൊരു ടോപ്പിക്കല്ല, പക്ഷേ ഇവിടെ വന്നിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മുടെ കോസ്റ്റ് ഓർ NRV വിച്ച് ഓർ ഈസ് ലെസ് എന്നെഴുതിയാൽ NRV ആണ് ഏറ്റവും കുറവെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? NRV കുറവായതുകൊണ്ട് നമുക്ക് എന്തിലാണ് വാല്യൂ ചെയ്യേണ്ടത്? NRVയിലാണ് വാല്യൂ ചെയ്യേണ്ടത്. NRVയിൽ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽസും NRVയിൽ വാല്യൂ ചെയ്യണം, കോസ്റ്റും NRVയിൽ വാല്യൂ ചെയ്യണം. അപ്പോൾ ഈ ഒരു എന്താണ് സ്പെഷ്യാലിറ്റി കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കിട്ടാവുന്നൊരു ടോപ്പിക്കല്ല. അപ്പോൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്, കുട്ടികൾ ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക്. പേജ് നമ്പർ 40 ഇല്ലസ്ട്രേഷൻ 15. അത് ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ദ ക്ലോസിംഗ് ഇൻവെൻറ്ററി അറ്റ് കോസ്റ്റ് ഓഫ് ദ കമ്പനി എമൗണ്ട് ടു റുപ്പീസ് 2,84,700. അതായത് കോസ്റ്റ് പ്രൈസിൽ അവിടെ അവർ NRV നോക്കിയിട്ടില്ല. കോസ്റ്റ് പ്രൈസിൽ ക്ലോസിംഗ് ഇൻവെൻറ്ററി വാല്യൂ ചെയ്തത് 2,84,700 ആണ്. ദ ഫോളോയിങ് ഐറ്റംസ് വേർ ഇൻക്ലൂഡഡ് അറ്റ് കോസ്റ്റ് ഇൻ ദ ടോട്ടൽ. അതിൽ ചില ഐറ്റംസ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? കോസ്റ്റിൽ വന്നിട്ടുണ്ട്, ചില മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട്.
എ പോയിൻ്റ് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക കുട്ടികൾ. 400 കോട്ട്സ്, ഓവർകോട്ട് ആയിരിക്കാം, 400 കോട്ട്സ് വിച്ച് ഹാഡ് എ കോസ്റ്റ് ഓഫ് ₹80 ഈച്ച്, 80 രൂപയാണ് അതിൻ്റെ വില. ആൻഡ് നോർമലി സോൾഡ് ഫോർ ₹150 ഈച്ച്. ഓവിങ് ടു എ ഡിഫെക്റ്റ് ഇൻ മാനുഫാക്ചർ they were sold after their balance sheet date at 50% of their normal price. ആ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം ഒരു ഡിഫക്റ്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ അത് 50% കുറച്ചിട്ടാണ് അവർ വിൽക്കാൻ സാധിച്ചത്. സെല്ലിംഗ് എക്സ്പെൻസസ് എമൗണ്ടഡ് ടു 5% ഓഫ് ദ പ്രൊസീഡ്സ്. അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഈ 50% കുറച്ച് കിട്ടുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ആ റിസീവ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 5% സെല്ലിംഗ് എക്സ്പെൻസായിട്ടും വന്നു. അപ്പോൾ ഇവിടെ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത് 80 രൂപയാണ്, സെല്ലിംഗ് പ്രൈസ് 150 രൂപയാണ്. 150 രൂപ സെല്ലിംഗ് പ്രൈസിൽ നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് 75 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് വന്നത്, പകുതിയാണ് സെല്ലിംഗ് പ്രൈസ് വന്നത്. സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ് സെയിൽസ് നടത്തി നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 75 രൂപയാണെങ്കിൽ 75 രൂപ, 75 രൂപയുടെ 5%, 75 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 7 രൂപ 50 പൈസ, 5% എന്ന് പറഞ്ഞാൽ 3 രൂപ 75 പൈസ അല്ലേ, അതാണ് വരിക 5%. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് 5% വരും. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇതാണ് നമുക്ക് റിയലൈസ് ചെയ്ത്. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ നമ്മൾ കാണണം. നെറ്റ് റിയലൈസബിൾ വാല്യൂ എങ്ങനെയാണ് കാണുക? ഇപ്പോൾ ഉള്ള വില 150 രൂപയാണ്, അതിൻ്റെ പകുതിയേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എത്രയാണ്? 75 രൂപ. 75 രൂപ നമുക്ക് കിട്ടും, പക്ഷേ അതിൽ എക്സ്പെൻസ് പോവും. എത്രയാണ് എക്സ്പെൻസ് പോവുക? 5%. 5% എന്ന് പറയുമ്പോൾ 10% എന്ന് പറയുമ്പോൾ 7.5 രൂപ. 5% എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 3.50, 3.50 25 പൈസ, അപ്പോൾ 3.75. അപ്പോൾ 75 രൂപയിൽ നിന്ന് 3.75 കുറച്ചാൽ 71 രൂപ 25 പൈസയാണ് ഇതിൻ്റെ NRV. ഏതിൻ്റെ? എ പോയിൻറ്റിൻ്റെ. ഇത് എ പോയിൻ്റാണ്. അപ്പോൾ NRV എന്ന് പറയുന്നത് 71 രൂപ 25 പൈസയാണ്. വായിക്കുമ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. 2 ബി പോയിൻ്റ് പറയുന്നത് 800 സ്കേർട്സ് ആണ്. 800 സ്കേർട്സ് ഉണ്ട്, അതിന് 20 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്. ദീസ് 2 were found to be defective. ഇതും എന്തായി? ഇതും കേടുവന്നു. റെമഡിയൽ വർക്ക് ഇൻ ഏപ്രിൽ കോസ്റ്റ് ₹5 per സ്കേർട്ട്. അപ്പോൾ ഏപ്രിൽ എന്ന് പറയുമ്പോൾ ആ വർഷം ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 5 രൂപ റെമഡിയൽ വർക്കിന് കോസ്റ്റ് വന്നു. ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ഫോർ ദ ബാച്ച് ടോട്ടൽഡ് 800. സെല്ലിംഗ് എക്സ്പെൻസ് ടോട്ടലായിട്ട് നമുക്ക് 800 രൂപയാണ് വന്നത്. അപ്പോൾ 800 സ്കർട്ടിന് 800 രൂപ ടോട്ടൽ വന്നു എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് 1 രൂപ കേട്ടോ. ദേ വേർ സോൾഡ് ഫോർ ₹28. അത് 28 രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്. വാട്ട് ഷുഡ് ദ ഇൻവെൻട്രി വാല്യൂ ബി അക്കോർഡിംഗ് ടു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ആഫ്റ്റർ കൺസിഡറിങ് ദ എബോവ് ഐറ്റംസ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 അനുസരിച്ച് ഇൻവെൻ്ററി വാല്യൂ എത്രയാണ്? മുകളിലുള്ള ഐറ്റംസൊക്കെ കവർ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ കേസിൽ 28 രൂപയാണ് വില. അഡീഷണൽ കോസ്റ്റ് വരുന്നത് എത്രയാണ്? അഡീഷണൽ കോസ്റ്റ് വരുന്നത്, റിവൈസ്ഡ് കോസ്റ്റ് വരുന്നത് 5 രൂപ. അപ്പോൾ 20 രൂപ കോസ്റ്റും അഡീഷണൽ കോസ്റ്റ് 5 രൂപയാകുമ്പോൾ 25 രൂപ കോസ്റ്റ് വരും. സെല്ലിംഗ് പ്രൈസിൽ മാറ്റില്ല, 28 രൂപ തന്നെ അല്ലേ. അതുകൂടാതെ നമുക്ക് 28 രൂപ, നമുക്ക് വിറ്റാൽ 28 രൂപ കിട്ടും. ദെൻ അത് കൂടാതെ 1 രൂപ 800 രൂപ ടോട്ടൽ സെല്ലിംഗ് കോസ്റ്റ് വരും. അപ്പോൾ 800 യൂണിറ്റ് ആണുള്ളത്, അപ്പോൾ 1 രൂപ സെല്ലിംഗ് കോസ്റ്റ് വരും. അപ്പോൾ നമുക്ക് 27 രൂപ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ NRV 71 രൂപ 25 പൈസയും രണ്ടാമത്തെ ബി എന്നുള്ള പ്രോഡക്റ്റിൻ്റെ NRV എന്ന് പറയുന്നത് 27 രൂപയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടെക്സ്റ്റിൽ ഇത് ചെയ്തിട്ടുള്ളത്, കുട്ടികൾക്ക് ടെക്സ്റ്റിൽ ചെയ്ത പോലെ ടെക്സ്റ്റിൽ ഇത് ചെയ്തിട്ടുള്ളത് കണ്ടോ, അങ്ങനെ കോളൊക്കെ വരച്ചിട്ടാണ്. ഈ ടെക്സ്റ്റിൽ ഇത് ചെയ്തിട്ടുള്ള പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയും ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുക? ആദ്യത്തെ കേസ് എടുക്കുക, 400 യൂണിറ്റ്, 400 കോട്ടിന് ഒരു കോട്ടിൻ്റെ വില നമുക്ക് NRV കിട്ടുന്ന അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നത് 150 രൂപയാണെന്ന് വിചാരിക്കുക. 150 രൂപയുടെ പകുതിയെ കിട്ടുന്നുള്ളൂ, അപ്പോൾ 75 രൂപ.
75 രൂപയിൽ 5% 3.25 രൂപ. 75-ൽ 3.25 രൂപ എന്താണ്? സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ എത്രയാണ്? 71 രൂപ 25 പൈസയാണ്. ഇങ്ങനെ കോളൊന്നും വരച്ച് ചെയ്യണമെന്നില്ല. NRV ഓഫ് എന്താണ്? കോട്ട് ഈസ് ഈക്വൽ ടു എത്രയാണ്? 71 രൂപ 25 പൈസ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരുപാട് ഹിസ്റ്ററിയൊക്കെ ഉണ്ട്, അതൊന്നും നോക്കണ്ട. 28 രൂപയാണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ലേ? അതിൽ 1 രൂപയാണ് അതിൻ്റെ സെല്ലിംഗ് എക്സ്പെൻസ്. അപ്പോൾ 28 രൂപയിൽ നിന്ന് 1 രൂപ കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 27 രൂപയാണ് NRV. 27 രൂപയാണ് അതിൻ്റെ NRV വരുന്നത്. ഇനി എന്ത് ചെയ്യുക? NRVയും കോസ്റ്റും കൂടി കമ്പയർ ചെയ്യുക. ഒന്നാമത്തെ ഐറ്റം 27 രൂപ NRV ഉണ്ട്. കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20 രൂപയാണ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്? 80 രൂപയാണ് കോസ്റ്റ്. ഏതിൻ്റെ കേസിൽ? കോട്ടിൻ്റെ കേസിൽ. അപ്പോൾ കോട്ടിൻ്റെ കേസിൽ 80 രൂപയാണ് കോസ്റ്റ് എന്ന് പറയുന്നു. NRV എന്ന് പറയുന്നത് 71 രൂപ 25 പൈസയാണ്. അപ്പോൾ ഏതാ കുറവ്? NRV ആണ് കുറവ്. മനസ്സിലായല്ലോ? അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 400 × 80 ആണ്. ദാറ്റ് ഈസ് 32,000. വാല്യൂ ഓഫ് വാല്യൂ ഓഫ് NRV എന്ന് പറയുന്നത് 400 × 71 രൂപ 25 പൈസ. ദാറ്റ് ഈസ് 28,500. അപ്പോൾ ഇൻവെൻട്രി വാല്യൂ ടു ബി റെഡ്യൂസ്ഡ്, ഇൻവെൻട്രി വാല്യൂ കുറയ്ക്കേണ്ടത് എത്രയാണ്? 32,000 ആണ് നമ്മുടെ ഇൻവെൻട്രി വാല്യൂ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കോസ്റ്റ് പ്രകാരമാണ്. പക്ഷേ കോസ്റ്റിനേക്കാൾ കുറവാണ് NRV. അപ്പോൾ NRV എത്രയാണ്? NRV 28,500 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3,500 രൂപയാണ്. ഈ എമൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇൻവെൻറ്ററി വാല്യൂ ടു ബി റെഡ്യൂസ്ഡ്, ഇൻവെൻറ്ററി വാല്യൂ കുറയ്ക്കേണ്ടത് എത്ര രൂപയാണ്? 3,500 രൂപയാണ്. അത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കാര്യമെന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് അപ്പോൾ രണ്ടാമത്തെ കേസിൽ നോക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ബി പോയിൻ്റ് എങ്ങനെയാണ്? ബി പോയിൻറ്റിൻ്റെ കോസ്റ്റ് 20 രൂപയും അതുപോലെ തന്നെ NRV 27 രൂപയാണ്. അപ്പോൾ അത് കോസ്റ്റിൽ തന്നെയാണ് വാല്യൂ ചെയ്യുക, അതിൽ യാതൊരു ചേഞ്ചും ഇല്ല, നോ ചേഞ്ച്. മനസ്സിലായാലോ? ബി എന്നുള്ള 800 സ്കർട്ടിൻ്റെ കേസിൽ കോസ്റ്റ് 20 രൂപയും NRV 27 രൂപയാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ യാതൊരു മാറ്റവും, കോസ്റ്റിൽ തന്നെയാണ് വാല്യൂ ചെയ്യേണ്ടത്, യാതൊരു മാറ്റവും. എന്തിൽ മാത്രമാണ് മാറ്റമുള്ളത്? ആദ്യത്തെ 400 കോട്ടിൻ്റെ കാര്യത്തിലാണ് മാറ്റമുള്ളത്. അതിൻ്റെ കാര്യത്തിൽ എത്രയാണ്? 3,500 രൂപ കൂടുതലാണ്, അത് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ആ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ ഒന്നുകൂടി നോക്കുക, 15ാമത്തെ ഇല്ലസ്ട്രേഷൻ ഒന്നുകൂടി നോക്കുക. അതിൻ്റെ ടോട്ടൽ എത്രയാണ്? 2,84,700 ആണുള്ളത് അല്ലേ? 2,84,700 എന്ന് പറയുന്നത് എത്ര കൂടുതലാണ്? 3,500 രൂപ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ദസ് ദ ചേഞ്ച് ഈസ് ടു ബി മെയ്ഡ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അവിടെ എഴുതുക ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി. ഇനീഷ്യൽ കോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള അനുസരിച്ച് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2,84,700 ആണ്. അതവിടെ എഴുതി വയ്ക്കുക. ലെസ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി വാല്യൂ ഓഫ് കോസ്റ്റ്. ഇൻവെൻട്രി വാല്യൂവിൽ വന്നിട്ടുള്ള ചേഞ്ച് ലെസ് ചെയ്യുക. ചേഞ്ച് എത്രയാണ്? 3,500 രൂപയാണ്. ആ 3,500 ലെസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ വരുന്നത് റിവൈസ്ഡ് വാല്യൂ ഓഫ് ഇൻവെൻട്രി ഓഫ് ക്ലോസിംഗ് ഇൻവെൻട്രി. റിവൈസ്ഡ് വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻട്രി എന്ന് പറയുന്നത് 2,81,200 ആണ്. റിവൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 2,81,200 ആണ്. അപ്പോൾ കുട്ടികൾ ഇത് ഒന്നുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിൽ പല കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തത് 16ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. ഇത് മുഴുവൻ നമുക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും പറ്റുന്നവരെ ഹറിബറിയിൽ പോയിട്ട് കാര്യമില്ലല്ലോ, പറ്റുന്നതുവരെ നമുക്ക് എന്ത് ചെയ്യാം ഈ ക്ലാസ്സിൽ പറയാം. പേജ് നമ്പർ 41 16ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നമ്മളോട് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ്. വാല്യൂ ഓഫ് റോ മെറ്റീരിയൽസും കാണണം, ക്ലോസിംഗ് സ്റ്റോക്കും കാണണം. റോ മെറ്റീരിയലിൻ്റെ വാല്യൂവും കാണണം, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കാണണം. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് റോ മെറ്റീരിയൽ എ എന്ന് പറഞ്ഞിരിക്കുന്നു. റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എ ആണ്. റോ മെറ്റീരിയൽ എ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് 500 യൂണിറ്റ്. കോസ്റ്റ് പ്രൈസ് ഇൻക്ലൂസീവ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി 200 പെർ യൂണിറ്റ്.
200 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. എക്സൈസ് ഡ്യൂട്ടി അടക്കമാണ്. എക്സൈസ് ഡ്യൂട്ടി അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് സെൻവാറ്റ് ക്രെഡിറ്റ് അവൈലബിൾ 10 പെർ യൂണിറ്റ്, 10 rupees പെർ യൂണിറ്റ്. ഈ സെൻവാറ്റ് ക്രെഡിറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ പല പ്രോഡക്റ്റുകൾക്കും എക്സൈസ് ഡ്യൂട്ടി റോ മെറ്റീരിയൽസിൻ്റെ മുകളിൽ ചാർജ് ചെയ്യും. പക്ഷേ അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്തു എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ നമ്മൾ അല്ലെങ്കിൽ അതിനുള്ള റെക്കോർഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് സെൻവാറ്റ് ഡിഡക്ഷൻ അവൈലബിളാണ്. സെൻവാറ്റ് ക്രെഡിറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ അത് അവർ എന്ത് ചെയ്യും, നമുക്ക് അനുകൂലമായിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്യും. ഇനി ഫ്രൈറ്റ് ഇൻവേർഡ് 20 രൂപ, അൺലോഡിങ് ചാർജസ് കയറ്റിറക്കാണ്, അതിൽ ഇറക്കാനുള്ള ചാർജ് ₹10 പെർ യൂണിറ്റ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ₹150 പെർ യൂണിറ്റ്. അപ്പോൾ അത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ₹150 പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു കോസ്റ്റല്ല, അതൊരു കോസ്റ്റല്ല കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ റോ മെറ്റീരിയൽ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് വേറെ എടുക്കണമെങ്കിൽ ഒരു യൂണിറ്റിന് 150 രൂപ വരും, അത്രയേ ഉള്ളൂ. അത് ക്ലോസിങ് ഡേറ്റിൽ നമ്മൾ വാങ്ങിയത് എത്രയാണ്, കോസ്റ്റ് പ്രൈസ് ഇൻക്ലൂസീവ് എക്സൈസ് ഡ്യൂട്ടി നമ്മൾ 200 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ 150 രൂപയ്ക്ക് കിട്ടുന്നു, അതാണ് പറഞ്ഞത് കേട്ടോ. ഇനി താഴെ അടുത്ത ഐറ്റം എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സ് എക്സ്. അപ്പോൾ റോ മെറ്റീരിയലായും ഫിനിഷ്ഡ് ഗുഡ്സ് എക്സും ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിൽ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1700 യൂണിറ്റാണ്. മെറ്റീരിയൽസ് കൺസ്യൂംഡ് 220 പെർ യൂണിറ്റാണ്. മെറ്റീരിയൽസിന് റോ മെറ്റീരിയൽസാണ് പറയുന്നത്, 220 രൂപയുടെ റോ മെറ്റീരിയൽസ്. ഡയറക്റ്റ് ലേബർ 60 പെർ യൂണിറ്റ്. ഡയറക്റ്റ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 40 പെർ യൂണിറ്റ്. ഇത്രയാണ് ഡീറ്റെയിൽസ് താഴെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഫിക്സഡ് ഓവർ ഹെഡ് റുപ്പീസ് എത്രയാണ്, 2 lakhs ഓൺ എ നോർമൽ കപ്പാസിറ്റി ഓഫ് 20,000 യൂണിറ്റ്സ്. മനസ്സിലായല്ലോ. ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 2 lakhും അത് എത്ര യൂണിറ്റിനാണ്, നോർമൽ കപ്പാസിറ്റി 20,000-നാണ് 2 lakh വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 20,000 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 10,000 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് വരിക. അപ്പോൾ അതങ്ങനെ ഫിക്സഡ് ചാർജസ്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് വെൻ എ പോയിൻ്റ് NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എക്സ് എത്രയാണ്, 400. NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 400ഉം NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്, എക്സ് 300 അതായത് 400 രൂപ NRV വരുമ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട്, 300 രൂപ NRV വരുമ്പോൾ എന്താണ് റിസൾട്ട്, ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത്, ഈ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് NRVയോട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ NRVയോട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തായാലും നമുക്ക് രണ്ടിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കണം, റോ മെറ്റീരിയൽസിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കണം. രണ്ടിനും 2 ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷനാണ് ഇതിൽ കണ്ടുപിടിക്കുമ്പോൾ വരിക. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് റോ മെറ്റീരിയൽസിൻ്റെ ഇത് നേരത്തെ വായിച്ച പോയിന്റിലേക്ക് പോകാം. റോ മെറ്റീരിയൽസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലെവൽ അവിടെ നിൽക്കട്ടെ, 500 യൂണിറ്റ് എന്നുള്ളത്. അതിന് 200 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. അതിൽ എക്സൈസ് ഡ്യൂട്ടി കൂടിയുണ്ട്. പക്ഷേ എക്സൈസ് ഡ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യുന്നു, സെൻവാറ്റ് ക്രെഡിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ 200 രൂപയിൽ 10 രൂപ എക്സൈസ് ഡ്യൂട്ടിയാണ്. അതിന് ഓൾറെഡി നമുക്ക് സെൻവാറ്റ് ക്രെഡിറ്റ് അവൈലബിൾ ആണ്, ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ 200 എന്ന് പറയുന്നതിൽ നിന്ന് 10 രൂപ എക്സൈസ് ഡ്യൂട്ടി അപ്പോൾ തന്നെ കുറയ്ക്കാം, 190 രൂപ. ഫ്രൈറ്റ് വന്നിട്ടുള്ളത് ഇൻവാർഡ് ഫ്രൈറ്റ്, ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഫ്രൈറ്റ് 20 രൂപ. അപ്പോൾ 190ഉം 10ഉം 200ഉം 10ഉം 210 രൂപ വന്നു. അൺലോഡിങ് ചാർജസ് 10 രൂപ, അപ്പോൾ 220 രൂപ വന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് വരെ 220 നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകട്ടെ, എഴുതിയിട്ടൊക്കെ ചെയ്യാം. ഞാനൊരു മനക്കണക്ക് പോലെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാണ്. മനസ്സിലായാലോ. 200 രൂപയാണ് കോസ്റ്റ്, അത് ഇൻക്ലൂഡിങ് എക്സൈസ് ഡ്യൂട്ടിയാണ്. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് സെൻവാറ്റ് ഡിഡക്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ 200 രൂപയിൽ നിന്ന് 10 രൂപ കുറയ്ക്കുക, അപ്പോൾ 190 പ്ലസ് എന്ത് ചെയ്യുക, ഫ്രൈറ്റും അൺലോഡിങ് ചാർജസ് ആഡ് ചെയ്യുക. ഫ്രൈറ്റും അൺലോഡിങ് ചാർജസും 20ഉം 10ഉം 30 രൂപയാണ്. 30 രൂപ ആഡ് ചെയ്യുമ്പോൾ 190 പ്ലസ് 30 220 വരിക. മനസ്സിലായല്ലോ. അപ്പോൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 220 രൂപ.
കുട്ടികൾ എപ്പോഴും ഈ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ചിലവർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അത് മണ്ടത്തരാണ്, അത് ചെയ്യരുത്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ എൻഡിൽ അവസാനിക്കുമ്പോൾ ഈ റോ മെറ്റീരിയൽസ് റീപ്ലേസ് ചെയ്യുമ്പോൾ 150 രൂപയെ വരുള്ളൂ. 220 രൂപയാണ് ചാർജ്, പക്ഷേ റീപ്ലേസ് ചെയ്യുമ്പോൾ എത്രയേ വരുള്ളൂ? നമ്മൾ വാങ്ങിയത് 220 രൂപയ്ക്ക്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എത്രയേ വരുള്ളൂ? 150 രൂപയെ വരുള്ളൂ. അതാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ തന്നെ കാണണം. അപ്പോൾ അത് എടുക്കേണ്ടതില്ല, അതവിടെ വയ്ക്കാം. 2 ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റാണ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 220 രൂപയാണ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്. ഡയറക്റ്റ് ലേബർ 60 രൂപയാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഓവർഹെഡ് 40 രൂപയാണ്. ഫിക്സഡ് ഓവർഹെഡ് 2 ലക്ഷത്തിന് 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 രൂപ കിട്ടും. അപ്പോൾ 220 പ്ലസ് 60 പ്ലസ് 40 പ്ലസ് 10, അപ്പോൾ 330 രൂപയാണ് എന്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് NRV ആയിട്ട് കമ്പയർ ചെയ്ത് പ്രോബ്ലം ചെയ്യാനാണ്. നമുക്ക് ഈ ക്ലാസ്സിൽ അതിന് സമയമില്ല. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ വർക്ക് ചെയ്യാം. താങ്ക് യു.